അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും സുഖല്ലേ? പരീക്ഷ അടുത്ത് വരികയാണ്. ജനുവരി ആയി. അടുത്ത മാസം ഫെബ്രുവരിയിലാണ് നമുക്ക് വാർഷിക പരീക്ഷ. നമ്മളെ 4ാം ക്ലാസ്സിലേക്ക് ജയിക്കോ തോൽക്കോ എന്ന് തീരുമാനിക്കാനുള്ള പരീക്ഷ അടുത്ത മാസമാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോഴേ നന്നായി പഠിച്ചു തുടങ്ങിയാൽ ഇൻഷാ അല്ലാഹ് നല്ല മാർക്കോട് കൂടി നമുക്ക് പാസ്സാവാം. അള്ളാഹു എല്ലാവരും നല്ലോണം വിജയിപ്പിക്കുമാറാവട്ടെ. അപ്പോൾ ഇന്ന് 3ാം ക്ലാസ്സിലെ അഖീദയിലെ 9ാമത്തെ പാഠമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൻ്റെ റിവിഷനാണ്. പാഠത്തിൻ്റെ പേര് നബിമാരുടെ വിശേഷണങ്ങൾ. നമുക്കറിയാം, നബിമാർ പറഞ്ഞ ആരാണ്? അതായത് നമ്മുടെ നബി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആദൻ നബി, മൂസാ നബി, അങ്ങനെ കുറേ നബിമാരെ നമ്മൾ കേട്ടിട്ടുണ്ട്. അവരൊക്കെ ആരാണ്? അള്ളാഹു പറഞ്ഞയച്ച ആളുകളാണ് അല്ലേ? എന്തിനു വേണ്ടിയിട്ട്? നമ്മൾ നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് അവർ നമ്മളെ പറഞ്ഞയച്ചത്. അപ്പോൾ അവർക്ക് നിർബന്ധമായി ഉണ്ടാവേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അവരിൽ നിന്ന് അത് നിർബന്ധമായിട്ട് ഉണ്ടാവണം. അങ്ങനത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതാണ് നമ്മൾ ഈ പാഠത്ത് പഠിക്കാൻ പോകുന്നത്. അതേപോലെ അവരുടെ അടുത്ത് നിന്നൊന്നും ഉണ്ടാവാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരിക്കലും അവരുടെ അടുത്ത് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടായ ഒരു നബി ആകൂല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതും ഈ പാഠത്തിൽ പഠിക്കും. അത്ര ഈ പാഠത്തിൽ പഠിക്കാനുള്ളൂ. വേറെ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് പാഠം വായിച്ചു നോക്കാം. നബിമാരുടെ വിശേഷണങ്ങൾ. അംബിയ മുർസലുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? നബിമാർ. നബിമാർക്ക് 4 സിഫത്തുകൾ. എന്ത് സിഫത്ത് പറഞ്ഞാൽ? വിശേഷണങ്ങൾ. വിശേഷണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? സ്വഭാവങ്ങൾ. നബിമാർക്ക് 4 സ്വഭാവങ്ങൾ നിർബന്ധമാണ്. ഈ 4 സ്വഭാവം എന്തായിരിക്കണം? നബിമാർക്ക് ഉണ്ടായിരിക്കണം. 4 സിഫത്തുകൾ എന്ന് പറഞ്ഞാൽ 4 സ്വഭാവങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അതവർക്ക് ഉണ്ടാവാൻ പാടില്ല. ഒരു സിഫത്ത് അവർക്ക് ജായിസാണ്. എന്താ ജായിസ് എന്ന് പറഞ്ഞാൽ? അത് ഉണ്ടായാലും കുഴപ്പമില്ല, ഉണ്ടായിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനത്തെ കാര്യങ്ങളാണ് എന്ത്? ജായിസ്. അപ്പോൾ മൊത്തത്തിൽ നബിമാർക്ക് ഉണ്ടാവേണ്ട സ്വഭാവങ്ങൾ 3 ടൈപ്പാണ്, 3 ഇനാണ്. ഒന്ന്, ഉണ്ടാവൽ നിർബന്ധമായത്. അതിനെന്താ പറയുക? വാജിബ് എന്നാ പറയുക. ഇതാ ഇവിടെ കണ്ടില്ലേ, വാജിബ്. ഇനി ഉണ്ടാവാൻ പാടില്ല, തീരെ അങ്ങനത്തെ കാര്യം സംഭവിക്കാൻ പാടില്ല. അതാണ് മുസ്തഹീൽ. ഇനി ഉണ്ടാവും ചെയ്യാം, ഉണ്ടാവാതിരിക്കും ചെയ്യാം. അതാണ് ജായിസ്. ഇങ്ങനെ 3 ടൈപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഉണ്ടാവൽ നിർബന്ധമായത് 4 സ്വഭാവങ്ങൾ, ഉണ്ടാവാൻ പാടില്ലാത്തത് 4 സ്വഭാവങ്ങൾ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം സിദ്ഖ്. ഉണ്ടാവൽ നിർബന്ധമായതാട്ടോ. സത്യം പറയൽ. നമുക്കറിയാം, നബിമാർ സത്യമേ പറയുള്ളൂ അല്ലേ? നമ്മൾ 2ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. അവർ സത്യം മാത്രമേ പറയൂ. ആര്? നബിമാർ. അപ്പോൾ നബിമാർക്ക് സത്യം പറയൽ നിർബന്ധമാണ്. ഒരു കളവ് പറയാൻ പാടില്ല. അപ്പോൾ ഇവിടെ കളവ് പറയൽ എന്താ പാടില്ലാത്തത്? അപ്പോൾ പാടുള്ളത്, നിർബന്ധമായും ഉണ്ടാവേണ്ടത് സത്യം പറയൽ, പാടില്ലാത്തത് കളവ് പറയൽ. അപ്പോൾ ഒന്ന് പഠിച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റ് പഠിച്ചാൽ മതി. സത്യം പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? കളവ് പറയൽ. അപ്പോൾ സത്യം പറയൽ ഉണ്ടാവൽ നിർബന്ധമുള്ളത്, കളവ് പറയൽ ഉണ്ടാവാൻ പാടില്ലാത്തത്. വിശ്വസ്തത എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വസ്തത എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, ഓൻ്റെ കൂടെ നീ പോകണ്ട കേട്ടോ, ഓൻ നമ്മളെ ചതിക്കും, ഓനെ നമ്മൾ ചീറ്റ് ചെയ്യും എന്നൊക്കെ പറയും അല്ലേ? ചില ആളുകളെ കുറിച്ച് നമ്മൾ പറയും, ഓൻ നമ്മൾ ചീറ്റ് ചെയ്യും, അവൻ്റെ കൂടെ പോകണ്ട കേട്ടോ, അവൻ്റെ കൂടെ നടക്കണ്ട കേട്ടോ എന്ന് പറയും. കാരണം അവൻ നമ്മളെ വഞ്ചിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അവൻ നമുക്ക് വിശ്വാസമല്ല. എന്നാൽ നബിമാർ അങ്ങനെയല്ല. നബിമാർ നല്ല വിശ്വസ്തരായിരിക്കണം. ആരെയും ചതിക്കാൻ പാടില്ല. അപ്പോൾ നബിമാർക്ക് എന്ത് വേണം? വിശ്വസ്തത വേണം. അപ്പോൾ എന്ത് പാടില്ല നബിമാർക്ക്? വഞ്ചന പാടില്ല. എന്താ വഞ്ചന പറഞ്ഞാൽ? ചീറ്റ് ചെയ്യുക, ചതിക്കുക. അപ്പോൾ ചതിക്കാൻ പാടുണ്ടോ നബിമാർ? ഇല്ല. അപ്പോൾ നബിമാർക്ക് ഉണ്ടാവേണ്ട സിഫത്ത് വിശ്വസ്തത, ഉണ്ടാവാൻ പാടില്ലാത്തത് വഞ്ചന. അടുത്തത് ബുദ്ധി കൂർമ്മത. എന്താ ബുദ്ധി കൂർമ്മത എന്ന് പറഞ്ഞാൽ? നല്ല ബുദ്ധി വേണം. നല്ല ബുദ്ധിയുള്ളവരായിരിക്കണം ആര്? നബിമാർ. എന്നാൽ അവർക്ക് എന്ത് പാടില്ല? ബുദ്ധിമാന്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധിക്കൊരു മന്ദപ്പുണ്ടാവില്ലേ? മന്ദബുദ്ധി എന്നൊക്കെ നമ്മൾ പറയില്ലേ? അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്ത ആളുകളെ പോലെ കളിക്കുക. അങ്ങനത്തെ ബുദ്ധിയില്ലാത്ത സ്വഭാവം നബിമാർക്കുണ്ടാകാൻ പാടില്ല. നല്ല ബുദ്ധി വേണം. അപ്പോൾ നമ്മൾ 3 പഠിച്ചു. 4ാമത്തത് എത്തിച്ചു കൊടുക്കുക. എന്താ എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ? അതായത് നബിമാരുടെ അടുക്കലേക്ക് ഇങ്ങനെ അള്ളാഹുവിൻ്റെ മെസ്സേജുകൾ ഇങ്ങനെ വരും.
മലക്കുകൾ മുഖേന മലക്കുകൾ അള്ളാഹുവിന് നബിമാർക്ക് എന്ത് കൊടുക്കും? കുറേ മെസ്സേജുകൾ കൊടുക്കും, കുറേ സന്ദേശങ്ങൾ കൊടുക്കും, കുറേ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കുറേ കാര്യങ്ങൾ, നിസ്കരിക്കണം, നോമ്പ് വെൽക്കണം, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നബിമാർക്ക് മലക്കുകൾ വന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ആ കാര്യങ്ങൾ എന്ത് ചെയ്യണം? ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. അതാണ് എത്തിച്ചു കൊടുക്കൽ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇത് മറച്ചു വെക്കുക. അതായത് നബിമാർക്ക് മലക്കുകൾ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തു, ഇതൊക്കെ ജനങ്ങളോട് പറയാൻ വേണ്ടിയിട്ട്. പക്ഷെ അവർ പറഞ്ഞു കൊടുത്തില്ല, മറച്ചു വെക്കുക. അങ്ങനെ പാടുണ്ടോ? ഇല്ല. അപ്പോൾ പാടില്ലാത്തത്. അപ്പോൾ ഉണ്ടാവൽ നിർബന്ധമായത് സത്യം പറയൽ, ഉണ്ടാവാൻ പാടില്ലാത്ത കളവ് പറയൽ. അപ്പോൾ അത് പഠിച്ചു. സത്യം പറയാ, കളവ് പറയാം. ഇനി അടുത്തത് വിശ്വസ്തത വേണം. എന്ത് പാടില്ല? വഞ്ചന പാടില്ല. ബുദ്ധികൂർമ്മത വേണം. ബുദ്ധിമാന്യം പറ്റില്ല. മാന്യം എത്തിച്ചു കൊടുക്കണം, മറച്ചു വെക്കാൻ പാടില്ല. ഇനി ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് ഇതിൻ്റെ അറബിയും പഠിക്കണം, മലയാളം പഠിക്കണം. സിദ്ഖ് സത്യം പറയൽ, അമാനത്ത് വിശ്വസ്തത, ഫത്വാനത്ത് ബുദ്ധികൂർമ്മത, തബ്ലീഗ് എത്തിച്ചു കൊടുക്കൽ, കദിബ് കളവ് പറയൽ, ഖിയാനത്ത് വഞ്ചന, ബലാദത്ത് ബുദ്ധിമാന്യം, കിത്മാന് മറച്ചുവെക്കൽ. ഇവിടെ പരീക്ഷയ്ക്ക് പല രൂപത്തിൽ ചോദ്യം വരും. കഴിഞ്ഞ കാല ചോദ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു തവണ ഇങ്ങനെ വന്നത്, അതായത് കുറേ ഈ അറബിയും തന്നു, എന്നിട്ട് നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞു? ഗ്രൂപ്പാക്കാൻ പറഞ്ഞു. എങ്ങനെ ഗ്രൂപ്പാക്കുക? നിർബന്ധമായത് ഏതാണ്, പിന്നെ ഉണ്ടാവാൻ പാടില്ലാത്തത് ഏതാണ്, ഇങ്ങനെ വേർതിരിക്കാൻ പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ വർഷമൊക്കെ ചോദ്യം വന്നത് ഈ അറബി തന്നു, മലയാളം അപ്പുറത്ത് തന്നു, എന്നിട്ട് മാച്ച് ചെയ്യാൻ. അപ്പോൾ സിദ്ഖിൻ്റെ അർത്ഥം എന്താണ് നമുക്ക് പഠിക്കണം, എന്നാലേ നമുക്കിത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് നിർബന്ധമായും പഠിക്കുക. ഈ കള്ളിയും നിർബന്ധമായി പഠിക്കുക. ബൈഹാർട്ടായിരിക്കണം, നിർബന്ധമായി പഠിക്കണം. ഷുവർ ക്വസ്റ്റ്യനാണ്. ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല, ഉറപ്പാണ്. 100% ഞാൻ ഗ്യാരണ്ടി തരാം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പഠിക്കുക. സിദ്ഖ് സത്യം പറയൽ, സിദ്ഖ് സത്യം പറയൽ, അമാനത്ത് വിശ്വസ്തത, ഫത്വാനത്ത് ബുദ്ധികൂർമ്മത, തബ്ലീഗ് എത്തിച്ചു കൊടുക്കൽ. ഇതിങ്ങനെ തന്നെ ചൊല്ലി പഠിക്കുക. കദിബ് കളവ് പറയൽ, ഖിയാനത്ത് വഞ്ചന, ബലാദത്ത് ബുദ്ധിമാന്യം, കിത്മാന് മറച്ചുവെക്കൽ. ഇനി അപ്പം നമ്മൾ 8 സിഫത്ത് പഠിച്ചു അല്ലേ? 8 സ്വഭാവങ്ങൾ പഠിച്ചു. 4 സ്വഭാവം ഉണ്ടാവൽ നിർബന്ധമായതും 4 സ്വഭാവം ഉണ്ടാവാൻ പാടില്ലാത്തതും. ഇനി ഒരു സിഫത്ത് ഉണ്ട്, അഥവാ അത് ഉണ്ടാവും ചെയ്യാം, ഉണ്ടാവാതിരിക്കും ചെയ്യാം, ഒരു കുഴപ്പമില്ല. അതേതാണ്? ജായിസായ സിഫത്ത്. എന്താണ് അമ്പിയാക്കന്മാർക്ക് ജായിസായ സിഫത്ത്? എന്താണ്? ഇതാ ഈ വരിയല്ല, ഈ വരി ഞാൻ പറയണം കേട്ടോ. അമ്പിയാക്കളുടെ ഉന്നത പദവിക്ക്, എന്താ ഉന്നത പദവി പറഞ്ഞാൽ ഒരു വലിയ സ്ഥാനത്തല്ലുള്ളത്, ആ സ്ഥാനത്തിന് കോട്ടം വരുത്താത്ത, അതിന് മോശമായിട്ട് വരാത്ത കാര്യങ്ങൾ അവരിൽ നിന്ന് ഉണ്ടാവാം. ഇതാണ് ജായിസായ സിഫത്ത്. അപ്പോൾ അമ്പിയാക്കന്മാർക്ക് ജായിസായ സിഫത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്പിയാക്കന്മാരുടെ അല്ലെങ്കിൽ നബിമാരുടെ എഴുതിയാൽ മതി. ഉന്നത പദവിക്ക് കോട്ടം വരുത്താത്ത കാര്യങ്ങൾ അവരിൽ നിന്നുണ്ടാവാം. ഇതാണ് ജായിസായ സിഫത്ത്. അപ്പോൾ കാണാതെ പഠിക്കുക. ഇപ്പോൾ ഉദാഹരണം പറയാം, ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിക്കുക എന്നുള്ളത്, ഭക്ഷണം കഴിച്ചത് കൊണ്ട് നബിക്ക് എന്തെങ്കിലും മോശം ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ ഭക്ഷണം കഴിക്കും ചെയ്യാം, കഴിക്കാതിരിക്കും ചെയ്യാം. അതാണ് ജായിസ്. ജായിസ് എന്ന് പറഞ്ഞാൽ ചെയ്യും ചെയ്യാം, ചെയ്യാതിരിക്കും ചെയ്യാം. ഏതാണ് ഉന്നത പദവി, അമ്പിയാക്കളുടെ ഉന്നത പദവിക്ക് കോട്ടം വരുത്താത്ത കാര്യങ്ങൾ അവരിൽ നിന്ന് ഉണ്ടാവാം. അതാണ് ജായിസായ സിഫത്ത്. ഇനി ഇവിടെ ഒരു വരി ഞാൻ വിട്ടിരുന്നത് വായിക്കാം. എന്നാൽ തബ്ലീഗ് എന്ന സിഫത്ത് മുർസലുകൾക്ക് മാത്രമുള്ളതാണ്. അതെന്താ പറഞ്ഞത്? 4ാമത്തെ സിഫത്ത് കണ്ടോ? തബ്ലീഗ്, എത്തിച്ചു കൊടുക്കുക. ഈ എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ആർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ? മുർസലുകൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ആരാ മുർസലുകൾ? അത് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. നബിമാരിൽ നിന്ന് പ്രത്യേകം തിരഞ്ഞെടുത്തവരാണ് മുർസലുകൾ. അപ്പോൾ അവർക്ക് മാത്രമേ എന്തുണ്ടാവുള്ളൂ? തബ്ലീഗ് എന്ന് പറയുന്ന സിഫത്ത് ഉണ്ടാകുള്ളൂ. ബാക്കിയുള്ള സിഫത്തുകൾ എന്തുണ്ടാകും? എല്ലാ നബിമാർക്കും ഉണ്ടാവും. പക്ഷേ തബ്ലീഗ് സിഫത്ത് നബിമാർക്ക് ഉണ്ടാവില്ല. ആർക്കേ ഉണ്ടാവുള്ളൂ? മുർസലുകൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ പാഠത്തിൽ നിന്ന് പഠിക്കേണ്ടത് ഈ 2 പെട്ടിയും നിർബന്ധമായും പഠിക്കുക. പിന്നെ പരീക്ഷയ്ക്ക് വരെ ജായിസായ സിഫത്ത് എന്നാൽ എന്ത്, അത് വരും. അപ്പോൾ അത് പഠിക്കുക. അത്ര ഈ പാഠത്തിൽ പ്രധാനപ്പെട്ടതുള്ളൂ. അപ്പോൾ ഇത് നിർബന്ധമായും പഠിച്ചാൽ നിങ്ങൾക്ക് ഈ പാഠത്തിൽ നിന്നുള്ള ഏത് ചോദ്യത്തിനും ഉത്തരം എഴുതാൻ കഴിയും. ഞാൻ വീണ്ടും പറയുന്നു, ഇത് ഷുവർ ചോദ്യമാണ്. ഈ 2 പെട്ടിയും നിർബന്ധമായും പഠിക്കുക. അള്ളാഹു എല്ലാവർക്കും നല്ല എളുപ്പമാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും.